പല തവണയായിട്ട് കപ്പ ബിരിയാണി എന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇന്നേ വരെ ഈ ഐറ്റം ട്രൈ ചെയ്തിട്ടില്ല. കപ്പ വേറെ ബീഫ് വേറെ തൊട്ടുകൂട്ടിയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും കപ്പ ബിരിയാണി എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കപ്പ വാങ്ങി തൊലിയൊക്കെ പൊളിച്ച് നന്നായിട്ട് കഴുകി അടുപ്പത്ത് വെക്കുക, ഉപ്പൊക്കെ ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്ത് വെക്കുക. അത് നന്നായിട്ട് വേവണം. മുക്കാൽ വേവ് ആയതിനു ശേഷം നമുക്കത് ബീഫിൻ്റെ കൂടെ ചേർക്കാം. അപ്പോൾ ബീഫ് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ബീഫ് കഴുകി അതിൻ്റെ കൂടെ ഉപ്പും മസാലപ്പൊടികളും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ച് കുറച്ച് നേരം മാറ്റി വയ്ക്കാം. അതിൻ്റെ സൈഡായിട്ട് നമ്മൾ സവാളയൊക്കെ അരിഞ്ഞ് ഒരു ചീൻചട്ടി എടുത്ത് സവാളയൊക്കെ വഴറ്റി ഉപ്പും അതേപോലെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒക്കെ ഇട്ട് അതിൻ്റെ കൂടെയും നന്നായിട്ട് വഴണ്ടതിന് ശേഷം മസാലപ്പൊടിയൊക്കെ ഇട്ട് നല്ല ബ്രൗൺ കളർ ആവുന്ന വരെ വഴറ്റിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് ഒരു 3 വിസിലിന് ശേഷം വേവിച്ചെടുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുക. അങ്ങനെ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലപോലെ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുക. ഒരുപാട് വറ്റണ്ട, ചെറുതായിട്ടൊന്ന് കുറുകി എടുക്കുക. അത് മാത്രമല്ല നമ്മൾ സൈഡായിട്ട് കുറച്ച് തേങ്ങ ചിരവി അത് എണ്ണയിലിട്ട് മൊരിപ്പിച്ച് ഇതിൻ്റെ കൂടെ ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമ്മൾ സെർവ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പ്ലേറ്റിൽ ഈ കപ്പയും ബീഫും കൂടെ എടുത്ത് വെച്ചിട്ട് അതിൻ്റെ മേലെ നുറുക്കിയ സവോളയും കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ടിട്ട് വേണം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി ടേസ്റ്റാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായത്. ഇതിൻ്റെ എങ്ങനെയാണ് ബിരിയാണി എന്ന് പേര് വന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കപ്പയും ബീഫും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ചൂടോടെ വേണമെങ്കിൽ ഒരു കട്ടൻ ചായയുടെ കൂടെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതൊരു യൂട്യൂബ് റെസിപ്പി കണ്ടിട്ടാണ് വെച്ചത്. ഞാൻ വലിയൊരു ബീഫ് പ്രേമിയാണ്. അപ്പോൾ ചിക്കനെക്കാട്ടും എനിക്കിഷ്ടം ബീഫാണ്. അതുകൊണ്ടാണ് ബീഫ് ഇന്ന് നമ്മൾ കപ്പയുടെ കൂടെ ട്രൈ ചെയ്ത് നോക്കിയത്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ.